നാളത്തെ പരീക്ഷയുടെ തലേന്ന്, അതായത് ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ നാളത്തെ പരീക്ഷയിൽ ഉറപ്പായിരുന്നു A+ കിട്ടും. വെറുതെ പറയുന്നതല്ല. അതേസമയം ഇത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പണി പാളും. ഓക്കെ, ഇത് ഓൾറെഡി പഠിച്ചവർക്കും ഒന്നും പഠിക്കാത്തവർക്കും ഇത് രണ്ടും ബാധകമാണെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. എന്താണ് സാർ ചെയ്യേണ്ടത്? അതിലേക്ക് നമുക്ക് കിടക്കാം. മക്കളെ 3 കാര്യങ്ങളെ നിങ്ങൾ ചെയ്യാനുള്ളൂ. അതിൽ നിങ്ങൾ കുറേ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. പകുതി കാര്യങ്ങൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി പകുതി നിങ്ങൾ ചെയ്താൽ മതി. അതിൽ ഫസ്റ്റ് കാര്യം, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ കണ്ട പാടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, മക്കളെ നമ്മുടെ ചാനലിൽ ഷോർട്ട് നോട്ട്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ ചാപ്റ്ററിന് 3 ചാപ്റ്ററിലേ ഉള്ളൂ, ആ 3ാമത്തെ ചാപ്റ്ററിന്റെ പകുതിയേ ഉള്ളൂ. ആ 3 ചാപ്റ്ററിന്റെയും ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട്, അതായത് ആ മൊത്തം ചാപ്റ്റർ ഒരു 20 അല്ലെങ്കിൽ 30 മിനിറ്റിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട്, എന്നാൽ ആ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഇട്ട് വെച്ചിട്ടുണ്ട്. അതെന്തായാലും പോയി കാണണം. അതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര അവസ്ഥയായിരിക്കും, മോശം അവസ്ഥയായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയും കുറവ് ടൈമിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് 3 പോയി നിങ്ങൾ കണ്ടിരിക്കണം. കാരണം അത് 3 നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്താണ്, ആ ചാപ്റ്ററിൽ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും തന്നെ അവിടെ കവറായി കിട്ടും. നിങ്ങളുടെ നാളത്തെ പരീക്ഷയിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ C ഗ്രേഡ് കിട്ടാൻ വിധിക്കപ്പെട്ടവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ 3 വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങളുടെ ഗ്രേഡ് Aയിലേക്കാവും. ഇനി ആ A+ ആവാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾ ചെയ്യണം. വൈകുന്നേരം നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവ് ഉണ്ട്. അതും ഞാൻ തന്നെ ആയിരിക്കും എടുക്കുക. 30 ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുക. ആ 30 ഷുവർ ക്വസ്റ്റ്യൻ എക്സ്ട്രീംലി പവർഫുൾ ആയിരിക്കും. വെറുതെ വാരിക്കോരി കൊണ്ടുവന്ന ക്വസ്റ്റ്യൻസ് അല്ല. നാളത്തെ പരീക്ഷയിൽ വരാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ചാൻസ് ഉള്ള ചോദ്യങ്ങൾ തന്നെയാണത്. അത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക ആർക്കായിരിക്കും? ഓൾറെഡി ഇത് കണ്ട് ഈ വീഡിയോ 3 വീഡിയോ ഉള്ളൂ, ഒരു മാക്സിമം പോയാലും 3 എണ്ണം കൂടി കാണുമ്പോൾ 1.25 മണിക്കൂർ എടുക്കും, അത്രേ ഉള്ളൂ. ആ 3 വീഡിയോ കണ്ട കുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുക. കാരണം നിങ്ങൾ ഓൾറെഡി ജസ്റ്റ് തിയറി ഒക്കെ പഠിച്ച് വന്ന് ലൈവിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പെടപെടേന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും ബാധകമാണ്. കാരണം പഠിച്ചവർക്കും കുറേ കാര്യങ്ങൾ നിങ്ങൾ മറന്നു വരുന്നുണ്ടോ? എല്ലാം ഓർമ്മയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾക്കും ബാധകമാണ്. വന്ന് ആ ലൈവിലിരിക്കുക. 30 ഷുവർ ക്വസ്റ്റ്യൻസ് ഞാൻ പഠിപ്പിക്കും. ഒട്ടും സമയം നിങ്ങളുടെ വേസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു വിടും. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു മാക്സിമം 9-9:15 വരെ എടുത്ത് നിങ്ങളെ ഞാൻ പറഞ്ഞു വിടും. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങളും ഈ ഷോർട്ട് നോട്ട്സ് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ഓക്കെ, ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയല്ല, പഠിച്ച കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ ഓർത്തെടുക്കാനും അത് സ്ട്രോങ് ആക്കാനും, ഇംഗ്ലീഷിൽ പറയും കോൺസോളിഡേറ്റ് ചെയ്യാന്ന് പറയും അല്ലേ, അതിങ്ങനെ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. കാരണം പലർക്കും പറ്റുന്ന ഒരു വലിയ മിസ്റ്റേക്ക്, പരീക്ഷ തലേന്നൊക്കെ കുറേ മണിക്കൂറൊക്കെ കുറേ പഠിക്കും, പക്ഷെ പരീക്ഷയുടെ സമയത്താകുമ്പോൾ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഈ പ്രശ്നം നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ പഠിച്ച കാര്യങ്ങൾ വീണ്ടും സ്ട്രോങ് ആക്കാം. അപ്പം ഈ ലൈവ് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് സമയം തരും. ഓക്കെ, 1-2 മണിക്കൂർ ഉറങ്ങുന്നതിന് മുമ്പ് സമയം തരും. ആ സമയം കൊണ്ട് എന്ത് ചെയ്യുക, ഈ ഷോർട്ട് നോട്ട്സ് ഒന്നും കൂടി വായിക്കുക, ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ചെയ്യുക. അതിന്ന് എന്ത് ചോദിച്ചാലും അടുത്ത ദിവസത്തെ പരീക്ഷ, നാളത്തെ പരീക്ഷയിൽ 1 മാർക്ക് പോലും പോവില്ല എന്ന് ഉറപ്പിക്കുക. ഇതും കൂടി നിങ്ങൾ ചെയ്ത് പരീക്ഷയുടെ രാവിലെ നിങ്ങൾ കയറി വാ മക്കളെ. ഞാൻ നിങ്ങൾക്ക് ഒരു ഫൈനൽ ബൂസ്റ്റർ ലൈവ്, ഒരു റിവിഷൻ കൂടി തരുന്നതായിരിക്കും. ഇതേ ഷോർട്ട് നോട്ട്സ് ഉപയോഗിച്ചിട്ട്, ഇതേ ഷോർട്ട് നോട്ട്സിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതേ ഷോർട്ട് നോട്ട്സ് ഉപയോഗിച്ചിട്ട്, അതേ സാധനം ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റിവിഷൻ തരുന്നതായിരിക്കും. പക്ഷെ ആ റിവിഷനൊക്കെ ആർക്കായിരിക്കും യൂസ്ഫുൾ? ഇതൊക്കെ കണ്ടവർക്ക് എന്താണ്, ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ രാവിലെ ഒരു പ്രശ്നം ഉണ്ടോ? കാരണം രാത്രി ഉറങ്ങി കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളെ സംശയം ഉണ്ടോ, അയ്യോ അതെന്തായിരുന്നു, ഇതെന്തായിരുന്നു, ആ ഡെഫിനേഷൻ എന്തായിരുന്നു, ഈ ഡെഫിനേഷൻ എന്തായിരുന്നു, ഈ ഇക്വേഷൻ മറന്നുപോയില്ല, ആ ഇക്വേഷൻ മറന്നുപോയില്ല ഒക്കെ സംശയം വരും. ആ സംശയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളൊന്നും ചെയ്യേണ്ട, രാവിലെ കയറി വന്നിരുന്നാൽ മതി. ആ സംശയങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തീർക്കും. ഫുൾ കോൺഫിഡൻസോടുകൂടെ, കോൺഫിഡൻസ് മാത്രമല്ല വിത്ത് കണ്ടന്റോടെ ഞാൻ നിങ്ങളെ പരീക്ഷ ഹോളിലേക്ക് പറഞ്ഞു വിടും. ആ കോൺഫിഡൻസോടെ നിങ്ങൾ പോയി പരീക്ഷ എഴുതി നോക്കി വാ. ഇനി നിങ്ങൾ തീരുമാനിക്കും. ഓണപ്പരീക്ഷയുടെ നിങ്ങൾ ഒരു തൽക്കാലം ഈ ഒരു ഒറ്റ പ്രാവശ്യം ഓണപ്പരീക്ഷയുടെ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിനറിനെ എന്നെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്ത് എന്നിട്ട് നിങ്ങളുടെ ഓണപ്പരീക്ഷ ഞാൻ ഈ പറയുന്ന പോലെ നല്ല നടക്കും. നിങ്ങൾ പിന്നെ എക്സാമിനറിൻ്റെ ചാനൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്തു, നിങ്ങൾ കാണുമോ വേണ്ട, നിങ്ങൾ അതിനെപ്പറ്റി മോശം അഭിപ്രായം വാക്കുകളോട് പറഞ്ഞു. എന്നാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നടന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനോട് പറയുക തന്നെ വേണം. എക്സാമിനറിൻ്റെ ക്ലാസ്സും അലക്സ് സാറിൻ്റെ ക്ലാസ്സിൻ്റെയും പവർ. കൂടുതലൊന്നും പറയുന്നില്ല. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ലൈക്കും കൂടി ഒന്ന് അടിച്ചേക്ക്. വെറുതെ യൂട്യൂബ് അൽഗോരിതം വർക്ക് ചെയ്തോട്ടെ. വൈകുന്നേരത്തെ ലൈവിൽ നമ്മൾ കണ്ടിരിക്കും, അടിച്ചു പൊളിച്ച് വീഡിയോയും കൂടെ കണ്ടിട്ട് കേട്ടോ. നമുക്ക് വൈകുന്നേരം കാണാം. ബൈ ആൻഡ് ടേക്ക്.